ഭരചന്ദ്രൻ IPS എന്നുള്ള സിനിമയുടെ ഇടയിൽ നമുക്ക് ഗൾഫിലേക്കുള്ള ഒരു വിസ വരുന്നു. അപ്പോൾ ഗൾഫിൽ വെച്ചിട്ടായിരുന്നു സാബുസിറിലായിട്ടുള്ള സിനിമ സംഭവിക്കുന്നത്. അതെ അതെ അതെ. അതെന്ന് വെച്ചാൽ ഞാനവിടെ ഒരു ഷോപ്പ്, അതായത് മന്ത്ലി റെൻറ്റ് കൊടുക്കണം. അപ്പോൾ ഡിസൈനിങ് പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഡിസൈൻ പരിപാടിയുടെ ഇടയിലാണ് നമ്മൾ ഈ വർക്ക് വരുന്നത്, ഇങ്ങനൊരു അസിസ്റ്റ് ചെയ്യാനുള്ളൊരു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സിനിമ അറബിയും ഒട്ടവും മാധവനായിരുന്നു. എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം സാബു, സിറിൽ, പ്രിയദർശൻ, മോഹൻലാൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വലിയൊരു സ്വപ്നമാണ്. അവരെ കൂടെ വർക്ക് ചെയ്യുക. ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല എന്നുള്ള സാമ്പത്തികം അല്ല അവിടെ ഈ പറഞ്ഞ പോലെ. അപ്പോൾ ഞാൻ വീണ്ടും കട കൂട്ടുന്നു, തിരിച്ച് വീണ്ടും ഇവരുടെ കൂടെ കൂടുന്നു. അത് ഏകദേശം ഒരു 30 days ഡെസേർട്ട് തന്നെയായിരുന്നു. നമ്മൾ നല്ല കാറ്റും, ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ അത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മൂഡ് അറിയുള്ളൂ. നല്ല വെയിലും അത്യാവശ്യം പൊടിക്കാറ്റും ഒക്കെ അടിച്ചിട്ടുള്ള ദിവസങ്ങളാണ് ഒരു 30 ദിവസത്തോളം. അപ്പോൾ അവിടെ ആ ക്രൂവിൻ്റെ കൂടെ കൂടുന്നു. നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേനും ഇവിടെ എൻ്റെ റെൻറ്റ് ഇഷ്യൂ പ്രശ്നങ്ങളൊക്കെ വരുന്നു. പിന്നെ അത് നമുക്കത് സംഭവം ഒരു മാസമാണെങ്കിലും ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് നാട്ടിൽ വന്ന് തിരിച്ച് ചെന്ന സമയത്തായിരുന്നു നമുക്ക് ആ ചാൻസ് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഞാനത് ഒഴിവാക്കിയല്ലോ, വർക്ക് ചെയ്തു. തിരിച്ച് വരുമ്പോഴത്തേനും ഇവിടെ നമ്മുടെ സ്പോൺസറായിട്ടൊരു പ്രശ്നമാകുന്നു. കാരണം റെൻ്റൊക്കെ മുടങ്ങി പ്രശ്നങ്ങളായി. ഞാനൊന്നുമില്ല, ഓക്കെ ബൈ പറഞ്ഞു, ഗൾഫിനോട് ബൈ പറഞ്ഞ് തിരിച്ച് നാട്ടിലെത്തി. വീണ്ടും നമ്മളിവിടെ വേറൊരു ആർട്ട് ഡയറക്ടർ ഇവിടെ ജോയിൻ ചെയ്യുന്നു. അതിനുശേഷം പിന്നെ ഒരു 2 വർഷം കഴിയുമ്പോൾ ഞാൻ ഇൻഡിപെൻഡൻ്റായി പിന്നെ അടുത്ത വർക്കുകളിൽ വരുന്നു.